പാടിപ്പാടി മറഞ്ഞ ജാനകിയമ്മയ്ക്ക് വിട നൽകാൻ സഹൃദയ ലോകം. മൈസൂരുവിൽ പൊതുദർശനം തുടരുന്നു. സംസ്കാരം വൈകിട്ട് 4:30. അന്ത്യവിശ്രമം എസ് ജാനകിയുടെ ആഗ്രഹം പോലെ കനിയനഹുണ്ടിയിലുള്ള ഫാം ഹൌസിൽ. കർണാടക സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ നൽകും. അന്ത്യം ഇന്നലെ രാത്രി 8:30 മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ. അസാധാരണ വിവാദങ്ങളിൽ വെട്ടിലായി കോൺഗ്രസ്. പേഴ്സണൽ സ്റ്റാഫ് ലീഡർ പോസ്റ്റുകളിലെത്തിയവരിൽ മുൻ SFI-ക്കാർ മുതൽ മുൻ ABVP നേതാവ് വരെ. ഡിവൈഎഫ്ഐക്കാരനെ മന്ത്രി KA തുളസിയുടെ ഡ്രൈവറാക്കിയതിൽ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. പരസ്യ പ്രതിഷേധമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തിയെന്ന് PM നിയാസ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. BJP-യിൽ പാർട്ടി കൊടിയുടെ പേരിലും ഫണ്ട് വെട്ടിപ്പ്. വട്ടിയൂർക്കാവിലേക്ക് കൊടികൾ വാങ്ങിയതിന് നൽകിയത് വാമനപുരത്തെ പലചരക്ക് കടയുടെ ബിൽ. കടയുടമ BJP പ്രാദേശിക നേതാവ്. 3.25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച് BJP. കേരളത്തിനും കണ്ണീരായി വിയറ്റ്നാമിലെ ബോട്ട് ദുരന്തം. മരിച്ചവരിൽ കൊട്ടാരക്കര ആസ്ഥാനമായ വിക്ടറി ഗ്രൂപ്പ് ഉടമയും ഭാര്യയും. AC തോമസിന്റെയും ലോവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാൻ ശ്രമം. ആകെ മരിച്ചത് 15 ഇന്ത്യക്കാർ. എല്ലാവരും ലവ മൊബൈൽ കമ്പനിയുടെ ഇൻസെന്റീവ് ട്രിപ്പിൽ ഉല്ലാസത്തിനെത്തിയവർ. ദുരന്തത്തിനിരയായ മറ്റുള്ളവർ തമിഴ്നാട്, ആന്ധ്ര സ്വദേശികൾ. ചില്ലറ കൊടുക്കാത്തതിന് കർണാടക ഗതാഗത മന്ത്രിയെ സർക്കാർ ബസിൽ നിന്ന് ഇറക്കിവിട്ട് കണ്ടക്ടർ. ഭൈരതി സുരേഷിനെ ഇറക്കിവിട്ടത് BBMTC ബസ് കണ്ടക്ടർ. മന്ത്രി മാസ്ക് വെച്ച് ബസിൽ കയറിയത് യാത്രക്കാരുടെ ദുരിതങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ. വീഡിയോ പങ്കുവച്ച് ഭൈരതി സുരേഷ്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെടുത്തു. ബംഗാൾ സ്വദേശി ബിക്രം റാണയുടെ മൃതദേഹം കിട്ടിയത് 6-ാം നാൾ. മണ്ണിടിഞ്ഞതിന് സമീപത്തെ മീനാക്ഷി പാലത്തിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. മലപ്പുറത്ത് ക്ലാസിൽ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ കൈ തല്ലിയൊടിച്ച അധ്യാപകൻ ബൽരാജിനെതിരെ നടപടി. സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവം കഴിഞ്ഞ ദിവസം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ പറമ്പ് MSMHSS-ൽ. ബൽരാജിനെ ആദ്യം സംരക്ഷിച്ച മാനേജ്മെന്റ് നടപടിയെടുത്തത് മാതാപിതാക്കൾ പരാതി നൽകിയതോടെ. യൂട്യൂബർ രാജൻ ജോസഫ് അറസ്റ്റിൽ. നടപടി കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ. സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന് ശ്രീനാദേവി. ഒളിവിലായിരുന്ന രാജനെ അടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എറണാകുളത്ത് വെച്ച്. CCTV വെച്ച വൈരാഗ്യം തീർക്കാൻ പെൺകുട്ടിയുടെ വീട് കയറി മർദ്ദിച്ച കേസിൽ രണ്ടാമത്തെയാളും അറസ്റ്റിൽ. അയൽവാസി പത്തനാപുരം സ്വദേശി മിഥുൻ പിടിയിലായത് ആര്യങ്കാവിൽ. മർദ്ദിച്ചത് മിഥുനോടൊപ്പം അച്ഛൻ സുനിലും അമ്മ ജലജയും ചേർന്ന്. സംഭവ ദിവസം തന്നെ സുനിൽ അറസ്റ്റിൽ. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് പിന്നാലെ ലഹരിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് അണ്ണാമലയും. പുതിയ പാർട്ടി ബി ദ ലീഡേഴ്സ് മൂവ്മെന്റിന്റെ ആദ്യ യോഗം ഇന്ന് പൊള്ളാച്ചിയിൽ. യോഗത്തിന്റെ മുഖ്യ സംഘാടകരിൽ മുൻ BJP നേതാക്കളും. പാർട്ടി നയവും ഭാവി പരിപാടികളും യോഗത്തിൽ അണ്ണാമലൈ പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധസമാന സാഹചര്യത്തിൽ. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതിന് പിന്നാലെ ഒമാൻ തീരത്ത് കപ്പലിന് നേരെ ഇറാൻ ആക്രമണം. ഇപ്പോഴത്തെ പ്രകോപനം ഹോർമുസിലും ബദൽ കപ്പൽ ചാൽ. അമേരിക്കയുമായുള്ള ധാരണയെ ചൊല്ലി ഇറാനിൽ ആഭ്യന്തര ഭിന്നതയും. അയത്തൊള്ളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് മുജ്തബ ഖമനേയി. ബഹ്റൈനിലേക്ക് ഇറാൻ ആക്രമണ സാധ്യത. അതീവ ജാഗ്രത. ജനസംഖ്യാ നിയന്ത്രണം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ. ഗർഭനിരോധന ഗുളികകൾക്ക് നികുതി ഒഴിവാക്കുന്നതടക്കം പരിഗണനയിൽ. കർമ്മപദ്ധതി തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ പാക് സൈനിക മേധാവി അസിം മുനീറും.